വിശാഖം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം പെൺസിംഹമാണ്. പെൺസിംഹത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് വിശാഖ നക്ഷത്രക്കാരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. വീടാണ് ഇവരുടെ ലോകം. ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, ഇവർ മക്കൾക്കും വീടിനും വേണ്ടി കഠിനമായി അധ്വാനിക്കും. കുട്ടികൾക്ക് ഭീഷണി നേരിട്ടാൽ ഇവർ സഹിക്കുകയില്ല. കുടുംബത്തെ തൊട്ടാൽ പകരം വീട്ടാതെ ഇവർ അടങ്ങുകയില്ല. ഭർത്താവ് ഒന്നും ചെയ്തില്ലെങ്കിലും ഇവർ തനിച്ച് ജോലി ചെയ്ത് കുടുംബം നോക്കും. ഭർത്താവിനോട് അലോസരമില്ല. വിശാഖം നക്ഷത്രക്കാർക്ക് ഓഫീസിലും സമൂഹത്തിലും കൂട്ടുകാരുടെ ഇടയിലും നേതൃത്വം ലഭിക്കും. ഇവർക്ക് രാജകീയമായ നടത്തവും ഭംഗിയും ഉണ്ടായിരിക്കും. എന്നാൽ രഹസ്യ സ്വഭാവവും പ്രതികാരദാഹവും ദേഷ്യവും കൂടുതലായിരിക്കുകയും ചെയ്യും. ഇവർക്ക് നല്ല ക്ഷമയുണ്ട്. ഒരു കാര്യം സാധിക്കാൻ എത്ര ദിവസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കും. തൻ്റെ സാമ്രാജ്യത്തിൽ മറ്റാരും കയറുന്നത് ഇവർക്ക് ഇഷ്ടമാവുകയില്ല. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്നാണ് ഇവരുടെ ഭാവം. മനസ്സിൽ എന്താണെന്ന് ആരോടും പറയുകയില്ല. ഇവർ കാഴ്ചയ്ക്ക് സൗമ്യരാണെന്ന് തോന്നും. ഇവർക്ക് ഒരു ഉപദേശം നൽകാം: ഈഗോ കുറയ്ക്കുക, ഇല്ലെങ്കിൽ വിവാഹ ജീവിതം തന്നെ തകരാറിലാവും. വിശാഖം എന്നാൽ വേർപിരിഞ്ഞ ശാഖ എന്നാണ് അർത്ഥം. കൂടുതൽ ക്ഷമ ശീലിക്കുക. പ്രതികാര ചിന്ത ഉപേക്ഷിക്കുക. അത് എനർജി വേസ്റ്റാക്കും. ദുർഗാ ക്ഷേത്ര ദർശനം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കും. മനസ്സ് തുറന്ന് ഭാര്യാഭർത്താക്കന്മാർ സംസാരിക്കണം. കുജന്റെ മന്ത്രം ദിവസവും 9 പ്രാവശ്യം ജപിക്കുക. ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ഇത് കുജന്റെ മന്ത്രം. അനിഴം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം പെൺമാനാണ്. പെൺമാനിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് അനിഴം നക്ഷത്രക്കാരെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. മൃഗങ്ങളിൽ ഏറ്റവും ഭയമുള്ള മൃഗമാണ് പെൺമാൻ. ചെറിയ അനക്കം കേട്ടാൽ പോലും പാഞ്ഞു പോകും. സംശയവും ജാഗ്രതയും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ആരെയും ആക്രമിക്കില്ല. സ്നേഹവും സേവനവും ഇവരുടെ മുഖമുദ്രയാണ്. കൂട്ടമായി നടക്കുന്നതാണ് ഏറെ ഇഷ്ടം. അപകട സ്ഥലത്തു നിന്നും കാറ്റുപോലെ അകന്നു പോകും. സമാധാനപൂർവം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഇവർ വേഗം തീരുമാനമെടുക്കില്ല. വളരെ ആലോചിക്കും. ഇവർ വാക്കു പാലിക്കുന്നവരാണ്. ഒരാളെ വളരെ പഠിച്ച ശേഷമേ ഇവർ അടുക്കുകയുള്ളൂ. ജീവിതത്തെപ്പറ്റി നല്ല കാഴ്ചപ്പാടുള്ളവരാണ് ഇവർ. ചെറിയ കാര്യം പോലും ഇവരെ ചിന്തിപ്പിക്കും. എല്ലാറ്റിനോടും വലിയ സംശയം വെച്ച് പുലർത്തും. ജാഗ്രത കാരണം ഉറക്കവും കുറവായിരിക്കും. ഇവർ വിശ്വാസയോഗ്യരാണ്. ഇവർ വാക്ക് കൊടുത്താൽ പാലിച്ചിരിക്കും. ഇവർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. ഇവർക്ക് വിരലിൽ എണ്ണാവുന്ന സുഹൃത്തുക്കളെ കാണും. ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാൽ സഹായിക്കുന്നവരാണ്. ഇവർ ലോകത്തിനു വേണ്ടി ജനിച്ചവരാണ്. ഇവർക്ക് ഒരു ഉപദേശം നൽകാം: പേടി കുറയ്ക്കുക, വേഗത നിയന്ത്രിക്കുക, സേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നല്ല മിത്രങ്ങളെ ഉണ്ടാക്കുക. എല്ലാവരും വഞ്ചിക്കും എന്ന് വിചാരിച്ചാൽ ജീവിതം താറുമാറാകും. സംശയചിന്ത നിയന്ത്രിക്കുക. ശനിയെ പ്രാർത്ഥിക്കുക. മന്ത്രം ദിവസവും 9 പ്രാവശ്യം ജപിക്കുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം കേഴമാനാണ്. കേഴമാനിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. വളരെ ജാഗ്രതയും സംശയവും ഉള്ള മൃഗമാണ് കേഴമാൻ. ഇല അനങ്ങിയാൽ പോലും തല ഉയർത്തി നോക്കും. ഉറങ്ങുമ്പോൾ പോലും ഒരു ചെവി ജാഗ്രതയായിരിക്കും.
കൂട്ടത്തിന് മുന്നിൽ നടക്കും. ആപത്ത് നേരിട്ടാൽ അവിടെ നിന്നു പൊരുതും. ആരെ പെട്ടെന്ന് വിശ്വസിക്കില്ല. വിശകലനം ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന ചിന്തയാണ്. ചുമതലകൾ ഏറ്റെടുക്കാൻ വെമ്പുന്ന മനസ്സാണിവർക്ക്. വീട്ടിലോ ഓഫീസിലോ കൂട്ടുകാർക്കിടയിലോ ഇവർ തന്നെ തീരുമാനമെടുക്കും. നല്ല ധൈര്യമുണ്ട്. പെട്ടെന്ന് കോപം വരും. ആക്രമിക്കാനെത്തിയാൽ കൊമ്പ് കൊണ്ടിടിക്കും. പുറമേ വളരെ ശാന്തനായി തോന്നുമെങ്കിലും ഉള്ളിൽ തീയാണ്. അന്യായം സഹിക്കില്ല. തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്തിരിക്കും. ഇവർ വാക്കിന് വില കൊടുക്കും. വാക്ക് തെറ്റിക്കില്ല. വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരും മിടുക്കുള്ളവരുമാണ് ഇവർ വഴിതെറ്റിപ്പോകുന്നവരല്ല. കാര്യങ്ങൾ വേഗം പിടികിട്ടുകയും പ്രശ്നങ്ങൾക്ക് വേഗം പരിഹാരം കാണുകയും ചെയ്യും. തൻ്റെ നാട്, കൂട്ടം ഒക്കെ വിട്ട് പുറത്തു പോവുകയില്ല. ഇവർ കാവലായി നിൽക്കുന്നവരാണ്. കുടുംബത്തിനു വേണ്ടി എന്തും ചെയ്യും. ഇവർ കൂട്ടം വിടേണ്ടി വന്നാലും ജീവിക്കും, വിജയിക്കും. ഇവർക്കുള്ള ഉപദേശങ്ങൾ: ഞാൻ എന്ന ഭാവം കുറയ്ക്കണം, നമ്മൾ എന്ന് ചിന്തിക്കണം. ജാഗ്രത നല്ലതാണ്, പക്ഷേ സംശയം കുറയ്ക്കണം. വേഗം തീരുമാനമെടുത്താൽ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഒരാളുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. നേതൃത്വ ഗുണമുണ്ട്, എന്നാൽ അതിന് ഞാനേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ക്ഷമ ശീലിക്കണം. കോപം നിങ്ങളുടെ ശത്രുവാണ്. ഇന്ദ്രായ നമ എന്ന് ജപിക്കണം. ഒറ്റയ്ക്ക് പൊരുതരുത്. ദിവസവും കുളി കഴിഞ്ഞു വന്ന് പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം എന്ന ബുധമന്ത്രം 9 പ്രാവശ്യം ജപിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.